ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2007 മുതൽ 2014 കാലയളവ് വരെ അച്ചടിച്ചിട്ടുള്ള ഇന്ത്യൻ ₹1 നാണയങ്ങളുടെ വിലവിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പായി ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ നാണയങ്ങൾക്ക് വിലക്കുറവാണെങ്കിലും ഭാവിയിൽ വില ലഭിക്കാവുന്ന നാണയങ്ങളാണിത്. എല്ലാ നാണയങ്ങളും കയ്യിൽ കിട്ടുന്ന നാണയങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. ചിലപ്പോൾ നമ്മുടെ മക്കളുടെ കാലം വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ കാലം വരുമ്പോഴായിരിക്കും അതൊരു വലിയ വിലയായി മാറുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയോ കൊച്ചുമക്കൾക്ക് വേണ്ടിയോ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഈ വില ലഭിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു 10-20 അല്ലെങ്കിൽ ഒരു 30 വർഷം കഴിഞ്ഞ് ഇതിനെന്ത് വില ലഭിക്കുമെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 2007 കൽക്കട്ടയിൽ മിൻറ്റ് ചെയ്ത നാണയങ്ങൾ അങ്ങനെ വേണ്ട. ഇത് ഒരു കുറച്ച് സമയം ചിലവായിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ മൊത്തത്തിൽ അങ്ങ് ചെയ്യാം. ഹൈദരാബാദിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 2007 നാണയങ്ങൾ മാത്രം 15 രൂപയിൽ തുടങ്ങി 50 രൂപ വരെ വില ലഭിക്കുന്ന നാണയങ്ങളാണ്. എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിലാണ് 15 രൂപ പറഞ്ഞിരിക്കുന്നത്. UNC കണ്ടീഷനിലാണ് 50 രൂപ പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ നാണയങ്ങൾക്കും 2007 മുതൽ 2011 വരെ അച്ചടിച്ചിട്ടുള്ള എല്ലാ നാണയങ്ങൾക്കും 5 രൂപ മുതൽ 20 രൂപ വരെയാണ് വില റേറ്റ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വരും കാലങ്ങളിൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അല്ലാതെ ഓരോ വർഷമായിട്ട് എടുത്ത് പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. ആരുടെയും സമയത്തെ ഞാൻ കൊല്ലുന്നില്ല എന്ന് വിചാരിച്ചാണ് പെട്ടെന്ന് അതങ്ങ് തീർക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും നാണയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണം, അത്യാവശ്യമായി വേണം എന്നുണ്ടെങ്കിൽ മാത്രം ആ നാണയത്തിൻ്റെ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ നാണയത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.